വെൽഡൻ വാസു നാട്ടില് ഒരാളുണ്ട്, വെൽഡൻ ഹംസ എന്നായിരുന്നു പേര്. ബേസിൽ ഭയങ്കരമായിട്ട് അധ്വാനിക്കുന്ന ഒരു ഡയറക്ടറാണ്. സ്ക്രിപ്റ്റ് ആയിട്ട് കെട്ടിപ്പിടിച്ചിട്ട് ഉറങ്ങും, അത് വായിച്ചിട്ട് ഉറങ്ങിപ്പോകുന്നതാണ്. ദേശം എന്നുള്ളത് കഥയിലൊക്കെ എന്റെ നാടായിട്ടാണ് ഞാൻ എഴുതാറുണ്ടായിരുന്നത്. സൽസമുക്ക് പൊട്ടുന്നതൊക്കെ എടപ്പാളിനടുത്ത് കണ്ടനകത്ത് അങ്ങനെയാണ് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നാട്ടിലേക്ക് പോകുന്ന ഒരു വഴിയിലൊരു വളവുണ്ട്, അവിടെ ഒരു ഇടവഴിയാണ്. അപ്പൊ അവിടെ ഇങ്ങനെ ഒരു ബിയർ ബോട്ടിൽ പൊട്ടിക്കിടക്കുന്നത് കണ്ടു. അപ്പോഴാണ് ഇങ്ങനെ ഐഡിയ വന്നത്. പിന്നെ സൽസ എന്നുള്ളൊരു പേര് ക്യാച്ച് ചെയ്യണം, അങ്ങനെ അത് പ്ലേസ് ചെയ്യായിരുന്നു. കുഞ്ഞിരാമായണം അടക്കമുള്ള പോസ്റ്ററിൽ ദീപു പ്രദീപ് കാണണമെങ്കിൽ നമ്മൾ ആ പോസ്റ്റർ എടുത്തിട്ട് സൂം ചെയ്യണം. എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറൊക്കെ കഴിഞ്ഞിട്ടാ പ്രീസ്റ്റ് എടുത്താലും അങ്ങനെയാണ്. ഇപ്പൊ വരുന്ന ടോക്കുകളോട് യോജിക്കുന്നുണ്ട്. സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിന് വേണ്ടവരെ അറിയിക്കുന്ന പരിഗണന കിട്ടുന്നില്ല എന്നുള്ളത് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യമാണ്. പ്രേക്ഷകർ ഒരുപാട് കാത്തിരിക്കുന്ന 2 സിനിമകളുടെയും കൂടെ റൈറ്ററാണ്. അജയന്റെ രണ്ടാം മോഷണത്തിൽ അഡീഷണൽ സ്ക്രീൻ പ്ലേ വരുന്നുണ്ട്. ഗുരുവായൂരമ്പല നടയിൽ വരുന്നുണ്ട്. ഗുരുവായൂരമ്പല നടയിൽ ഒരു 7 വർഷം ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആണെന്ന് കേട്ടിട്ടുണ്ട്. ഹായ്, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് റൈറ്റർ ദീപു പ്രദീപ്. വെൽക്കം. കുഞ്ഞിരാമായണത്തിലെ പോലെ ഒരു ഫ്ലാഷ് ബാക്ക് എന്ന് തന്നെ തുടങ്ങിയാൽ ഫേസ്ബുക്ക് ബയോയിലൊക്കെ കൊടുത്തിട്ടുണ്ട്. പൊന്നാനി താലൂക്ക്, എടപ്പാളംശം, അതെ അങ്ങനെ കൊടുത്താണ്. MSc എന്നാണ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. പൊതുവെ ഈ ബിടെക്കുകാരൊക്കെ ഇടയ്ക്ക് പറയാറുണ്ട്, നമുക്ക് എഞ്ചിനീയറിംഗ് കോളേജിൽ പോയി കഴിഞ്ഞാലാണ് എന്താ ശരിക്കും നമ്മളാവണ്ടേ ഒരു ഐഡിയ കിട്ടാന്ന് പറയുന്നത് കേൾക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ എവിടെ നിന്നാണ് സിനിമ മോഹം, അല്ലെങ്കിൽ എഴുത്ത് കൂടെ ഉണ്ടായിരുന്നതായിരിക്കണം, പക്ഷെ സിനിമ എന്നുള്ളൊരു ആഗ്രഹം? സിനിമ അങ്ങനെ ആ സമയത്തൊന്നും ആഗ്രഹിച്ചിട്ടൊന്നുമില്ല, അങ്ങനെ എത്തിപ്പെട്ടതാണ് അവിടേക്ക്. അപ്പോൾ പിന്നെ അവിടെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയപ്പോൾ നമ്മൾ അതുമായിട്ട് സഞ്ചരിക്കാനുണ്ടായത്. ഇപ്പോൾ ചിലർ പറയാറുണ്ട് കോമഡി ചെയ്യാനാണ് പൊതുവെ ബുദ്ധിമുട്ടെന്ന് ആക്ടേഴ്സ് പറഞ്ഞു കേൾക്കാറുണ്ട്, റൈറ്റേഴ്സ് പറയാറുണ്ട്. ഇപ്പൊ ദീപചേട്ടന്റെ ബ്ലോഗിനേക്കാൾ ഞാനൊക്കെ ഫേസ്ബുക്കാണ് ഫോളോ ചെയ്തിട്ടുള്ളത്. വായിക്കുമ്പം കോമഡിയാണ് നിങ്ങളുടെ മെയിൻ എന്നാണ് നമുക്കൊക്കെ ഫീൽ ചെയ്യാറുള്ളത്. എന്താണ് ശരിക്കും കോമഡി അനായാസമായി വരുന്ന ഒന്ന് തന്നെയാണോ എഴുത്തില്? എനിക്ക് എന്റെ കാര്യമല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റാറുണ്ട്. അത് ഇപ്പം ഞാൻ ഞാൻ ഒരു ഐഡിയ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഡയലോഗ് വന്നു കഴിഞ്ഞാൽ അത് എനിക്ക് ചിരി വരുന്നുണ്ടോ എന്നാണ് ഞാൻ നോക്കുക. അപ്പോൾ നമ്മുടെ ഒരു ജഡ്ജ്മെന്റ് വെച്ചിട്ട് അത് ആൾക്കാർക്കും ചിരി ഉണ്ടാക്കും എന്നുള്ളൊരു പോയിന്റിലാണ് പോവാറ്. പക്ഷേ കോമഡിനേക്കാൾ കൂടുതൽ എഴുതാൻ താല്പര്യം കുറച്ച് വേറെ തന്നെ കാര്യങ്ങളാണ്. അതെ, ഇടയ്ക്ക് അത് കഥകളിലൊക്കെ ട്രൈ ചെയ്യാറുണ്ട്. പക്ഷെ ആ കഥകളൊന്നും എവിടെ എത്താറില്ല, നമുക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ ഒന്നും റീച്ച് കിട്ടാറില്ല. അപ്പൊ പിന്നെ വീണ്ടും കോമഡിയിലേക്ക് തിരിച്ചു വരുന്നുണ്ട്, കോമഡി എഴുതും. റീസെന്റ് എഴുതിയതിലൊക്കെ നമുക്ക് കോമഡി തന്നെയാണ് കൂടുതൽ പേര് ഷെയർ ചെയ്യുന്നതും ഒക്കെ. അതെ അതെ. പുതിയ വിശേഷം പേരില്ലൂർ പ്രീമിയർ ലീഗ്. പേരൊക്കെ മാറ്റിയിട്ടാണ് ആൾക്കാർ പലയിടത്തും പറയുന്നത് കാണാറുള്ളത്. അതും ഈ പറഞ്ഞ പോലെ പത്മിനി എടുത്താൽ, അല്ലെങ്കിൽ നമ്മളെ കുഞ്ഞിരാമായണം എടുത്താൽ, ഒരു നാട്ടിൻപുറം, അവിടുത്തെ കുറേ അധികം ആളുകൾ, അതിലെ ചില ക്യാരക്ടേഴ്സ് ഒക്കെ നമുക്ക് മനസ്സിൽ ട്രെയിലറിൽ നിന്ന് തന്നെ നമ്മുടെ മനസ്സിൽ കയറുന്നുണ്ട്. കോമഡി ആണെന്ന് തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പേരില്ലൂർ പ്രീമിയർ ലീഗിനെ കുറിച്ച്. പേരില്ലൂർ ഒരു സാങ്കല്പിക ഗ്രാമമാണ്. അപ്പോൾ അവിടുത്തെ ആൾക്കാരുടെ സ്വഭാവം കാരണം ആ ഗ്രാമത്തിന് പേര് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. നല്ല പേര് കിട്ടിയിടാം എന്നുള്ള അതുകൊണ്ടാണ് പേരില്ലാത്തൊരു ഊര്, അങ്ങനെ പേരില്ലൂർ എന്നിട്ടത്. അപ്പോൾ ഇതേ പറഞ്ഞ പോലെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. അത് കുറച്ച് സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണെന്ന് ചുമ്മാ പറയാം നമുക്ക്, അല്ലെങ്കിൽ കുറച്ചൊരു പൊടി കൂടുതലാണ് എല്ലാവർക്കും. അപ്പൊ അങ്ങനെയുള്ള ആ ക്യാരക്ടേഴ്സിലാണല്ലോ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടാവുക. അവരാണല്ലോ അങ്ങനത്തെ നോർമൽ രീതിയിൽ ഒരു ദിവസം ജീവിച്ച് തീർക്കുന്നവരല്ല. എന്തെങ്കിലുമൊക്കെ പ്രശ്നമില്ലാതെ അവർക്ക് ഉറങ്ങാൻ പറ്റില്ല, പ്രശ്നം ഉണ്ടാക്കാതെ, അബദ്ധങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കാതെ അവർക്ക് ഉറങ്ങാൻ പറ്റില്ല. അത് അവിടേക്ക് വരുന്ന ഒരു മാളവിക എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ ലൈഫിനെ ബാധിക്കുന്നതാണ്. ഇത്രയും ആൾക്കാരുടെ ഇടയിൽ അവൾ ഒറ്റയ്ക്ക് ചെന്ന് പെട്ടിട്ട് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ആണ് അതിനെ ഡിസ്കസ് ചെയ്യുന്നത് മൊത്തത്തില്. അതുപോലെ തന്നെ പ്രേക്ഷകർ ഒരുപാട് കാത്തിരിക്കുന്ന 2 സിനിമകളുടെയും കൂടെ റൈറ്ററാണ്. അജയന്റെ രണ്ടാം മോഷണത്തിൽ അഡീഷണൽ സ്ക്രീൻ പ്ലേ വരുന്നുണ്ട്. ഗുരുവായൂരമ്പല നടയിൽ വരുന്നുണ്ട്. ഗുരുവായൂരമ്പല നടയിൽ ഒരു 7 വർഷം ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആണെന്ന് കേട്ടിട്ടുണ്ട്. അതിന്റെ ഇടയിൽ ഒരുപാട് കാലം മാറുന്നു, സിനിമ പ്രേക്ഷകർ മാറുന്നു. അതിനിപ്പോ വിപിൻ ദാസും ബേസിലും കൂടെ ജയഹേ വരുമ്പോ അവരുടെ തന്നെ കരിയോഗ്രാഫ് മാറുകയാണ് മൊത്തത്തില്. ഈ 7 വർഷത്തിൽ കുറെ ഡ്രാഫ്റ്റ് ഡ്രാഫ്റ്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും നമ്മൾ അപ്ഡേറ്റഡ് ആവണല്ലോ. പക്ഷെ അതിന്റെ ഒരു ബേസ് കഥയുണ്ട്, അത് ഇൻട്രസ്റ്റിംഗ് ആണ്. അത് പറയുന്നവർക്കൊക്കെയും അത് ഇഷ്ടപ്പെടുന്ന ഒരു ഫാക്ടർ ഉണ്ട് അതിനകത്ത്. അപ്പൊ ആ കഥയിൽ മാറ്റങ്ങളൊന്നുമില്ല, അത് ഇത്രയും നാളായിട്ട് ഔട്ട്ഡേറ്റഡ് ആയിട്ടുമില്ല. അപ്പോൾ നമ്മൾ സീൻസിലുള്ള ചേഞ്ചസും അഡീഷണൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം കാലം മാറുമ്പോൾ അപ്ഡേറ്റഡ് ആയിട്ടില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്.
അത് അനൗൺസ് ചെയ്തപ്പോ തൊട്ട് ഒരുപാട് റൂമേഴ്സ് ഇങ്ങനെയാണ് ക്യാരക്ടർ, പൃഥ്വിന്റെ ക്യാരക്ടർ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു വരാറുണ്ട്. ശരിക്കും ഗുരുവായൂരമ്പല നടയിൽ ഇപ്പൊ 2 ഷെഡ്യൂൾ കഴിഞ്ഞു. എങ്ങനെയുള്ള ഒരു സിനിമയായിരിക്കും പ്രേക്ഷകർ? ഒരു ഫെസ്റ്റിവൽ മൂവിയാണ്, ഒരു വലിയൊരു എന്റർടൈനർ, പാട്ടും ഡാൻസും ഒക്കെയുള്ള ഒരുപാട് ചിരിക്കാനൊക്കെ ഉള്ള ഒരു സിനിമയാണ്. ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്, പിന്നെ വലിയൊരു സ്കെയിലുണ്ട്, പിന്നെ പാട്ടുകൾ അതേപോലെ ഭയങ്കര രസമുള്ള പാട്ടുകളാണ്. അപ്പോൾ ഒരുപാട് നമ്മളിപ്പോൾ ഈ ഗുരുവായൂർ അമ്പലത്തിൽ കല്യാണം കൂടിയിട്ടുള്ളവരായിരിക്കും ഒരുവിധം മലയാളികളൊക്കെ. അപ്പൊ അവിടെ നടക്കുന്നൊരു കല്യാണമാണ്, അപ്പൊ അതിലുണ്ടാവുന്ന കുറെ രസകരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. പൃഥ്വിരാജ് ആലോചിക്കുമ്പോൾ നമുക്ക് നന്ദനവും ഗുരുവായൂരമ്പല നടയിലൊക്കെ അതൊക്കെ കണക്ട് ചെയ്ത് ഒരുപാട് എഴുത്തുകൾ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ ഫേസ്ബുക്കിലൊക്കെ? എങ്ങനെ? ഫേസ്ബുക്കില് ഇല്ല, ഒരു ഗുരുവായൂർ അമ്പല നടയിൽ കുഞ്ഞു പോസ്റ്റ് ഉണ്ട്, അത്ര അനുഭവമാണ്, ഒരു ചെറിയൊരു പോസ്റ്റ് ഉണ്ട്. അതും ഇതൊന്നും തമ്മിൽ ബന്ധമൊന്നുമില്ല. അങ്ങനെ അതിങ്ങനെ കാണുമ്പോ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾ കഥയാക്കാന്നുള്ള ഒരു ത്വര ഉണ്ടാവല്ലോ എപ്പോഴും. അത് ചെയ്യുക, അത് ഇടുക എന്നുള്ള, അത് പോസ്റ്റ് ചെയ്യുക എന്നുള്ളതൊരു സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ബേസിലിനെ ഫസ്റ്റ് ഡയറക്ടറാണ് കുഞ്ഞിരാമായണം തൊട്ട്. പുള്ളിയെ ഇതിലേക്ക് കാസ്റ്റ് ചെയ്യുന്ന ഓഫ്കോഴ്സ് പൃഥ്വിരാജും. ഈ കാസ്റ്റ് അന്ന് തൊട്ട് ആലോചിച്ചാണോ അല്ലെങ്കിൽ? ഇല്ല, നമ്മള് പല ആർട്ടിസ്റ്റുകളൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, പലതും അങ്ങനെയൊക്കെയാണ് ഡിലേ ആയിപ്പോയത്, വർക്ക്ഔട്ട് ആവാതെ പോയി. പിന്നെ ഈ ഒരു പോയിന്റിലേക്ക് ജയ ഹേക്ക് ശേഷമാണ് ഈ പ്രൊജക്ട് ഓൺ ആവുന്നത്. അപ്പോ അതിനു മുമ്പേ രാജുട്ടിന്റെ അടുത്ത് കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുംബൈ കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ബേസിൽ എന്നുള്ളത് ഇപ്പൊ ഈ ക്യാരക്ടറിന് ഭയങ്കര ആപ്റ്റ് ആയിട്ടും ഒരുപാട് ഇപ്പൊ ബേസിലിന്റെ സിനിമകളൊക്കെ നോക്കി അറിയാം, എല്ലാം ആളുകൾക്ക് ഇഷ്ടമാണ് ബേസിലിനെ. പിന്നെ അവര് അപ്പോ വിജയേട്ടനും ബേസിലും ഞാനും എല്ലാവരും തമ്മിൽ അറിയാവുന്ന ആൾക്കാരാണ്. അപ്പോ എളുപ്പമായിരിക്കും, ആ ഒരു പ്രോസസ്സ് എളുപ്പമായിരുന്നു. അങ്ങനെ ഉണ്ണിമൂലമല്ലേ ഞാനും വിജയേട്ടനും ആദ്യമായിട്ട് ചെയ്ത ഷോർട്ട് ഫിലിം. അതെ, കുഞ്ഞിരാമായണത്തിന്റെ സമയത്തായിരുന്നു, അതിന്റെ എഴുത്ത് നടക്കുന്ന സമയത്തായിരുന്നു, കുഞ്ഞിരാമായണത്തിന്റെ എഴുത്ത് നടക്കുന്ന സമയത്തായിരുന്നു ഇതിന്റെ ഷൂട്ടൊക്കെ. ഞാനപ്പോ അവിടുന്ന് മറ്റേ ട്രിവാൻഡ്രത്തുനിന്ന്, അന്ന് ബേസിൽ ട്രിവാൻഡ്രത്തുണ്ടായിരുന്നു, അപ്പൊ ഞാൻ അവിടെ ആയിരുന്നു. അപ്പൊ അവിടുന്ന് വന്നിട്ട് കൊച്ചിയിലായിരുന്നു ഷൂട്ട്. അപ്പൊ ഇങ്ങോട്ട് വന്ന്, അപ്പൊ അന്നറിയില്ല നമുക്ക് മറ്റേ ആ സമയത്ത് നായകന്റെ മറ്റേ ഡയറക്ടറെ വെച്ചിട്ട് പിന്നീട് ഈ ആള് സംവിധാനം ചെയ്യുമെന്ന് നമുക്ക് അറിയില്ലല്ലോ. അത് ആ സമയത്ത് റൈറ്റർ ആക്ടർ ആവുന്നുള്ളത്, ഡയറക്ടർ ആക്ടർ ആവുന്നു എന്ന് നമുക്ക് അറിയില്ല. ഈ 3 സിനിമകൾ കൊണ്ട് പല ഭാഗങ്ങളിലേക്ക് പേരെത്തിച്ച ഒരാളാണ്, സ്വന്തം പേര് ഉയർത്തിയ ആളാണ് ബേസിൽ. ഇപ്പൊ ആക്ടർ എന്നുള്ള രീതി ഫാലിമി വരെ നോക്കുമ്പോ മിനിമം ഗ്യാരണ്ടി ഉള്ള നടന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്. ബേസിലിന്റെ ഒരു ഗ്രോത്ത് ശരിക്കും ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിലും ഒക്കെ, കാരണം ബേസിൽ ഭയങ്കരമായിട്ട് അധ്വാനിക്കുന്ന ഒരു ഡയറക്ടറാണ്. അത് ഞാനിങ്ങനെ ആ സമയത്തൊക്കെ കണ്ടിട്ടുണ്ട്. ഈ സ്ക്രിപ്റ്റ് ആയിട്ട് കെട്ടിപ്പിടിച്ചിട്ട് ഉറങ്ങും, അത് വായിച്ചിട്ട് ഉറങ്ങി പോകുന്നതാണ്. അപ്പൊ രാവിലെ ആകുമ്പോ ഇങ്ങനെ ഒരുമിച്ചാണ് നമ്മൾ താമസിച്ചോണ്ടിരുന്നത്. അപ്പൊ രാവിലെ ആകുമ്പോ ഇങ്ങനെ ഉറങ്ങിപ്പോ, അപ്പൊ ഒരു വായിച്ച് വീണ്ടും വായിച്ചിട്ട് അത്രയും അതിനുവേണ്ടി വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അതിന്റെ ഒരു റിസൾട്ട് തന്നെയാണ് ഈ കാണുന്ന സക്സസ് എന്ന് പറയുന്നത്. ദേശം, കണ്ണാടിക്കൽ, പിന്നെ വന്ന് കുറുക്കമ്മൂല, ബേസിൽ ജോസഫ് യൂണിവേഴ്സിലെ സ്ഥലങ്ങൾ. അതിന്റെ തുടക്കം നിങ്ങളുടെ കുഞ്ഞിരാമായണം തന്നെയാണല്ലോ. എവിടുന്ന ദേശം എന്നുള്ള ഒരു ഇത്? ഈ ദേശം എന്നുള്ളത് ആക്ച്വലി അതിന് മുമ്പ് നമ്മൾ ഇട്ടത് വേറൊരു ഗ്രാമത്തിനൊരു പേര്. അപ്പൊ അത് ബ്ലോഗിലെ കഥകൾ ഉണ്ടായിരുന്നു, അപ്പൊ കുഞ്ഞിരാമായണത്തിൽ ബ്ലോഗിലെ കഥകൾ. അപ്പൊ കഥയിലൊക്കെ എന്റെ നാടായിട്ടാണ് ഞാൻ എഴുതാറുണ്ടായിരുന്നത്. ചെറുകഥകളൊക്കെ സൽസമുക്ക് പൊട്ടുന്നതൊക്കെ എടപ്പാളിനടുത്ത്, കണ്ടനകത്ത്, അങ്ങനെയാണ് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ പക്ഷെ സിനിമ വരുമ്പോ നമുക്കൊരു യുണീക്ക് ആയിട്ടുള്ള ഒരു പേര് വേണം എന്ന് തോന്നി. അപ്പൊ ദേശം എന്നുള്ളത് 2 അർത്ഥമുണ്ട്. ശരിക്കും സ്ഥലപ്പേരും ആവാം, ഒരു ദേശമാണ്. നമ്മളൊരു പണ്ടൊരു ദേശത്ത് എന്നൊക്കെ പറയുന്ന ഒരു കുട്ടിക്കാലം തൊട്ടേ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെയാണ് ആ ഒരു പേര്, ദേശം എന്നുള്ള ഒരു പേര് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഈ കണക്ഷനൊക്കെ അന്ന് എപ്പോഴെങ്കിലും ബേസിലിന്റെ മനസ്സിലുണ്ടായതായി അറിയോ? അങ്ങനെ അറിയില്ല. അതെ, കുറുക്കമ്മൂല പക്ഷെ ആ സമയത്തെ മറ്റേ ബേസിലിന്റെ അമ്മയുടെ നാടാണ്. അങ്ങനെ കുഞ്ഞിരാമായണം, എനിക്കൊക്കെ കുഞ്ഞിരാമായണം എന്ന് പറയുന്നത് ഒരു നെല്ലിക്ക പോലെ കയ്പായിരുന്നു എന്നല്ല ഞാൻ പറയുന്നത്. എങ്കിൽ കൂടി എനിക്ക് കൂടുതൽ മധുരിച്ചത് ഈ ഒരു കഴിഞ്ഞ കുറെ വർഷങ്ങളിൽ റിപ്പീറ്റ് കാണുമ്പോഴാണ്. ഞാൻ ഇന്നലെയും കണ്ടു. അപ്പൊ എനിക്കത് കൂടുതൽ ഇഷ്ടമാവുന്നത് ഇപ്പോഴാണ്. അപ്പം മനു മഞ്ജിത്തായി സംസാരിക്കുമ്പോ ആ പാട്ടുകൾ, സൽസ സോങ് ഒക്കെ എന്റെ പ്ലേലിസ്റ്റിലുള്ളതാ ഇപ്പോഴും. ഞാൻ ആദ്യം ആ പാട്ടിന് ചോദിക്കാന്ന് വിചാരിക്കുക. സൽസ അല്ലെങ്കിൽ മറ്റേ പാവാടത്തുമ്പാലെ, തുമ്പപ്പൂവേ സുന്ദരി, ഈ പാട്ടുകളൊക്കെ നിങ്ങൾ സ്ക്രിപ്റ്റിന്റെ സമയത്തെ ആലോചനയിൽ ഉണ്ടായിരുന്നു? ഇങ്ങനെ പ്ലേസ് ചെയ്യണം, അതിങ്ങനെ ഓരോ ഘട്ടത്തിലായിട്ട് വരുന്നതാണല്ലോ. സൽസ സോങ് അവിടെ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പൊ അതൊരു സീക്വൻസുകളിൽ അതിനാണ് ഒരു സോങ് നന്നായിരിക്കും എന്ന് തോന്നി.
അപ്പോൾ അതായിരുന്നു ഏറ്റവും ട്രിക്കി ആയിട്ടുള്ള ഒരു ഏരിയ. ആ പാട്ട് നന്നായി വന്നാലേ ആ സീക്വൻസ്, ബേസിക്കലി അവിടെ ഒരുപാട് ലോജിക്കൽ ഇഷ്യൂസോ അങ്ങനെ കുറെ കാര്യങ്ങൾ ബിലീവബിൾ ആക്കാനുള്ള കുറെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അവിടെ ആ സോങ് നന്നായിട്ട് വർക്കൗട്ടായി. നല്ല ലിറിക്സ് ആയിരുന്നു മനുവിന്റെ, ഭയങ്കര അടിപൊളി ലിറിക്സ് ആയിരുന്നു, നല്ല മ്യൂസിക്കും ആയിരുന്നു. ജസ്റ്റിൻ പ്രഭാകർ എന്ന് പറഞ്ഞിട്ട് മ്യൂസിക് ഡയറക്ടറാ ചെയ്തത്. അപ്പൊ അതൊക്കെ അതിനെ ഗുണം ചെയ്തു. വിനീതേട്ടൻ പറഞ്ഞിട്ടുണ്ട് ആ ഒരു സെറ്റിന്റെ ആവറേജ് ഏജ് അന്ന് 25 അങ്ങനെ എന്തോ എല്ലാവരും. ആ സ്ക്രിപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നുണ്ടല്ലോ, ഇങ്ങനെ ഒരു സൽസമുക്ക്, ശാപം, മൊത്തം മണ്ടന്മാരായ കുറെ ആളുകൾ എന്ന് പറയുന്നത് ഈ കോൺസെപ്റ്റ് ആദ്യ സിനിമയായിട്ട് നിങ്ങൾ രണ്ടുപേരും കൊണ്ടുവരുവേ, അന്നത്തെ ആ ധൈര്യം ഇന്നാലോചിക്കുമ്പോ ചിലപ്പോ നമ്മള് ഒന്നും മടിക്കും ചിലപ്പോ, മേ ബി. കാരണം അറിയില്ലല്ലോ, നമ്മുടെ ആ ഒരു പ്രായമായതുകൊണ്ടാണ് അത് പ്രേക്ഷകരെങ്ങനെ സ്വീകരിക്കുന്നില്ല. അറിയില്ല. ചിന്തിച്ച നമ്മൾ അതിനകത്തൊരു ട്രസ്റ്റ് ഉണ്ടായിരുന്നു നമുക്ക്. പിന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു കാസ്റ്റിംഗ് തന്നെ കിട്ടി. അപ്പോ ചിരി കിട്ടുന്നുണ്ട്. പിന്നെ ബേസിലാണെങ്കിലും നന്നായിട്ട് ഷൂട്ട് ചെയ്യുമ്പോഴാണെങ്കിലും ബേസിൽ അത് നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, നല്ല രീതിയിൽ വരും എന്നുള്ള വിശ്വാസം എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഈ സൽസമുക്കും ഈ ഒരു ശാപം, പിന്നെ ആ പാട്ടിലൊക്കെ വരുന്നുണ്ടല്ലോ, കാക്ക വരുമ്പോ അതേപോലെ ആട് വരുമ്പോ എന്നൊക്കെ പറഞ്ഞ് ഈ ചിന്തയൊക്കെ പോകുന്നത് എങ്ങനെയാ? അങ്ങനെ ചോദിച്ചാൽ അതിങ്ങനെ വരും. അതാണ് മെയിൻ സ്ഥലം എന്ന് പറയുന്നത്, ഒരു സൽസശാപം എന്നൊക്കെ പറയുന്നത്. ആ തോട്ട് എങ്ങനെയാ വന്നത് ശരിക്കും? അത് ഞാൻ മുന്നേ പറഞ്ഞിട്ട് പോലെ ഇങ്ങനെ ഒരു നാട്ടിലേക്ക് പോകുന്ന ഒരു വഴിയിലൊരു വളവുണ്ട്, അവിടെ ഒരു ഇടവഴിയാണ്. അപ്പൊ അവിടെ ഇങ്ങനെ ഒരു ബിയർ ബോട്ടിൽ പൊട്ടിക്കിടക്കുന്നത് കണ്ടു. അപ്പോഴാണ് ഇങ്ങനെ ഐഡിയ വന്നത്. പിന്നെ സൽസ എന്നുള്ളൊരു പേര് ക്യാച്ച് ചെയ്യണം, അങ്ങനെ അത് പ്ലേസ് ചെയ്യായിരുന്നു. ഇടയ്ക്ക് ഇപ്പോഴും ആ വഴി പോകുമ്പോ ഇങ്ങനെ ആലോചിക്കും, എപ്പോഴെങ്കിലും ഒരു ഫോട്ടോ എടുത്തിടണമെന്നുണ്ട് ഇവിടുന്നാണെന്നുള്ളത്. അപ്പൊ ആ സമയത്തൊക്കെ ഇങ്ങനെ കോമഡി കഥകൾ എഴുതി തുടങ്ങിയ ഒരു ടൈമാണ്. 2009 എന്താണ് അത് എഴുതുന്നത്. മറ്റേ അപ്പൊ ക്യാരക്ടർ കുഞ്ഞിരാമൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ, അങ്ങനെ അവരൊക്കെ അതിലേക്ക് വന്ന് പിന്നെ അതിങ്ങനെ ഒരു ദിവസം കൊണ്ട് എഴുതിയ കഥയാ, ഒരു രാത്രി ഇങ്ങനെ എഴുതിയ കഥയാ. ആ സമയത്തൊക്കെ പെട്ടെന്ന് എഴുതുമായിരുന്നു. ഇപ്പോഴാണ് അങ്ങനെ കുറെ സമയം എടുത്തിട്ട് ഒരു ഷോർട്ട് സ്റ്റോറി കംപ്ലീറ്റ് ചെയ്യുന്നത്. അത് കോമഡി ആണെങ്കിലും എക്സ്പീരിയൻസിന്റെ കൂടെ അല്ല, അന്ന് ഒറ്റയടിക്ക് ഇരുന്ന് എഴുതുമായിരുന്നു. ഇപ്പൊ പക്ഷെ ഇല്ല. ഇപ്പോ മാസങ്ങളോളം അങ്ങനെ ഗൂഗിൾ കീപ്പിൽ ഉണ്ടാവും ഈ കഥകളൊക്കെ. അത് ഇങ്ങനെ വെച്ചിരിക്കും, എന്നിട്ട് പിന്നെ കംപ്ലീറ്റ് ചെയ്യുള്ളൂ. അത് ഈ പറഞ്ഞ പോലെ നമുക്ക് കുറച്ചുകൂടെ റെസ്പോൺസിബിലിറ്റി ഉള്ളതുകൊണ്ടാണോ? അല്ല, അത് ഡിസ്ട്രാക്റ്റഡ് ആവുന്നു എന്നുള്ളതുകൊണ്ടാണ്. അന്ന് ഇത്രയും ഫോണും സോഷ്യൽ മീഡിയ യൂസേജ് ഒന്നും ഇല്ല. നമ്മള് വേറെ ഒന്നുമില്ല, ഇതങ്ങ് എഴുതുക എന്നുള്ളത് തന്നെ ഉള്ളൂ. പിന്നെ പണ്ടത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ, ഒരു തോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് പേപ്പറിലാണ് എഴുതാം, അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യാണ് ചെയ്യുക ബ്ലോഗിൽ. അപ്പൊ അത് ആൾക്കാർ വായിക്കാം. ഇപ്പൊ ആ ഒരു എക്സൈറ്റ്മെന്റ് ചിലപ്പോൾ വേറെ എന്തെങ്കിലും സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുമ്പോൾ അതൊക്കെ അങ്ങ് പോവും. പിന്നെ ആ ഒരു ഡ്രൈവ് പോവും. പിന്നെ പിന്നെയും അതിലേക്ക് എത്തി അത് കംപ്ലീറ്റ് ചെയ്യാൻ ഒരു ടൈം എടുക്കുന്നുണ്ട് നന്നായിട്ട്. ധ്യാൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് എന്നെ പൊട്ടനാക്കി ബേസിൽ എന്നൊക്കെ പറഞ്ഞ് തമാശക്ക് പറയാറുണ്ട്. അതില്ല ഇപ്പോഴും പറയുന്നതാണല്ലോ. ലാലുവിന്റെ ഇവരൊക്കെ അജു വർഗീസ് പറഞ്ഞ പോലെ ഉണ്ണിമൂലത്തില് ചെയ്തിട്ടുള്ളതാണ്. വിനീതേട്ടനെ നമ്മൾ അങ്ങനെ കണ്ടിട്ടേ ഇല്ല. അതിന്റെ ശേഷമാണ് പിന്നെ തണ്ണീർമത്തനിലെ വേറൊരു ഹൈപ്പർ ആയിട്ടുള്ള ഒരാളെയൊക്കെ കാണുന്നത്. ഇവരെയൊക്കെ കാസ്റ്റ് ചെയ്യുക, പ്രത്യേകിച്ച് ഇവരെ, കാരണം ഇവരെ നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല. ഇപ്പം മാമുക്കെ ആയാലും വെൽഡൻ വാസു, അജു ചേട്ടനൊക്കെ ആയാലും നമ്മൾ കോമഡി ആണല്ലോ അവരെ കണ്ട്. ഈ കാസ്റ്റ്, പിന്നെ ഏറ്റവും ഇംപ്രസീവ് ആയിട്ട് ബിജു ചേട്ടൻ വോയിസ് ഓവർ ചെയ്ത് അതിൽ അവസാനം പറയുന്നുണ്ടല്ലോ, ഇതാണ് ഹീറോയിസം, കൂവരുത് എന്ന് പറയുന്നത്. ഈ കാസ്റ്റ് ഒക്കെ നിങ്ങൾ രണ്ടുപേരുടെ ഒരു ആലോചന? എല്ലാവരും കൂടെ ഉള്ള ഒരു പ്രോസസ് ആണല്ലോ. അതിനകത്ത് പല ഫാക്ടേഴ്സും ഉണ്ട്. അപ്പൊ അതൊക്കെ നന്നായിട്ട് ദൈവം സഹായിച്ചിട്ട് ഗുണം ചെയ്തു, എല്ലാവർക്കും വർക്കായി. ഈ തീരുമാനം എങ്ങനെയായിരുന്നു ശരിക്കും കാസ്റ്റിന്റെ? ഒരു വിനീതേട്ടന്റെ ഒരു ബേസിൽ അസിസ്റ്റന്റ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ബേസിലിനെ അത്രയും അറിയാം വിനീതേട്ടന്. അപ്പോ അത് വിനീതേട്ടൻ വന്നപ്പോ തന്നെ നമുക്കൊരു നല്ലൊരു പ്രൊജക്റ്റ് ആയി, നമുക്ക് പ്രസന്റ് ചെയ്യാനും പറ്റി. അതാണ്. പിന്നെ ആ ഒരു ക്യാമിയോ വന്നിട്ട് അതും നല്ല വർക്കായി തിയേറ്ററിലൊക്കെ. പ്രീസ്റ്റില് വരുമ്പോ, പ്രീസ്റ്റ് ജോഫിന്റെ കഥയാണ്, ഞാൻ കൊറൈറ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഈ പറഞ്ഞ എൻറ്റയർലി വേറൊരു സിനിമയാണ്. നമുക്ക് ഹൊറർ സിനിമകളുടെ കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ടായിട്ടുള്ള ഒരു സമയം ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ നല്ലൊരു ക്യാരക്ടറായിരുന്നു. ഒരു ഗോസ്റ്റ് ഹണ്ടർ എന്ന് പറയുന്ന, പ്രേതാന്വേഷകൻ എന്ന് പറയുന്ന ഒരു അല്ലെങ്കിൽ ഒരു പാരാസൈക്കോളജിസ്റ്റ്, ആ ഒരു ക്യാരക്ടർ ഉണ്ട്. പിന്നെ ആ ഒരു മൊത്തത്തിൽ അതിനെ ജോഫിൻ ട്രീറ്റ് ചെയ്തിരിക്കുന്ന രീതിയും ഭയങ്കര നല്ലതാണ്. ലൊക്കേഷൻസ് ആണെങ്കിലും
പിന്നെ അതിന് കൊടുത്തിരിക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണെങ്കിലൊക്കെ നല്ലതായിരുന്നു. അത് അങ്ങനത്തെ ഹൊറർ സിനിമകളോട് ഇഷ്ടമുണ്ട്. ഇനിയും പ്രതീക്ഷിക്കാന്നല്ല. അറിയില്ല. കുഞ്ഞിരാമായണം എഴുതിയപ്പോഴേ പറഞ്ഞിട്ടുണ്ട് ഇത് 2 സിനിമയ്ക്കുള്ളതുണ്ടായിരുന്നു, ഒന്നേ ഇപ്പൊ ചെയ്തു വെച്ചിട്ടുള്ളൂ. 2 പ്രതീക്ഷിക്കാമോ? പക്ഷെ അത് കാലഘട്ടം മാറിയില്ലേ. നമ്മളിപ്പോ ഒരു സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില് ഈ പറഞ്ഞ പോലെ അത് സെല് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളായിട്ട് മാറും നമ്മൾ. അപ്പൊ അത് ഒരുപാട് ഗ്യാപ്പ് വന്നു, ടൈം ഗ്യാപ്പ് വന്നു. അപ്പൊ എനിക്ക് അതെ അപ്പൊ എനിക്ക് അറിയില്ല അത് അങ്ങനെ. അതില് ആളുകൾ പറയും ഹോർലിക്സ് കുപ്പി 90s-ലെയാണ്, അല്ലെങ്കിൽ വേറെ കാർ ഇതാണ്, അല്ലെങ്കിൽ അക്ഷയ കേന്ദ്ര ഇത്ര വർഷത്തിന് ശേഷം വന്നതെന്നൊക്കെ പറഞ്ഞ് ഒന്നും വേണ്ട. അങ്ങനെ തന്നെ ഒരിക്കലും അതിലൊരു ലോജിക്ക് ഉണ്ടാവരുത് എന്ന് ചിന്തിച്ചിട്ടാണോ? അങ്ങനെ നമ്മള് ആളുകള് രസിച്ചു കഴിഞ്ഞാൽ ഈ ലോജിക്ക് ഒന്നും അവര് ചിന്തിക്കില്ല. അപ്പൊ ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, സൽസക്കുപ്പി പ്ലാസ്റ്റിക് ബോട്ടിലിൽ ഒഴിച്ച് സൽസ കൊണ്ടുവന്നാലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവിടെ തീർന്നു. പക്ഷെ അത് നമുക്കും അറിയാം. പക്ഷെ അതിനെ ഭയങ്കരമായിട്ട് ആളുകളെ രസിപ്പിച്ച് ചിന്തിക്കാൻ ഒരു സമയം കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് അതിനകത്തുള്ള ഒരു പോയിന്റ്. അത് ബേസിൽ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഈ പറയുന്ന നമുക്ക് ഒരു ബോറടിച്ചാൽ നമ്മൾ ആളുകൾ ചിന്തിച്ചു തുടങ്ങും. ഓരോരോ കാര്യത്തിനും ഒരു കുറ്റം ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ കുറ്റമായിട്ട് ഉണ്ടാവും. അപ്പോൾ അത് കാണുകയും ചെയ്യും, അത് പറയുകയും ചെയ്യും. പക്ഷെ അത് നമ്മളെ ആളുകളെ രസിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ദൗത്യം. അപ്പോൾ അത് നന്നായിട്ട് ചെയ്താൽ മതി. അപ്പോൾ അതൊക്കെ പോകുന്നതാണ് തോന്നുന്നത്. നേരത്തെ വെൽഡൻ വാസു ഒക്കെ പറഞ്ഞപ്പോഴാ ഈ ക്യാരക്ടർ നെയിംസ് ഉണ്ടല്ലോ, അതെങ്ങനെ വരുന്നത്? കഥകളിലും ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഒരുപാട്, എഴുതിയതിലൊക്കെ ഇങ്ങനത്തെ ക്യാരക്ടർ നെയിംസ്. അതിലൊരു പ്രത്യേക താല്പര്യം ഉണ്ടോ? ആ ക്യാരക്ടേഴ്സിന് ഇഷ്ടമാണ് അങ്ങനത്തെ പേരുകൾ. പിന്നെ നോട്ടീസ് ചെയ്യാറുണ്ട്. ഫോണിലൊരു തന്നെ ഉണ്ട്, ഒരു നോട്ട് തന്നെ ഉണ്ട്, 10-30 ക്യാരക്ടർ നെയിംസ് തന്നെ ഉണ്ട്. അതൊക്കെ ഇടയ്ക്ക് എടുത്ത് നോക്കിയിട്ട് എവിടെയെങ്കിലും ഒക്കെ പ്ലേസ് ചെയ്യും. വെൽഡൻ വാസു നാട്ടില് ഒരാളുണ്ട്, വെൽഡൻ ഹംസ എന്നായിരുന്നു പേര്. ആ കഥയിൽ അത് ബ്ലോഗിൽ ഇട്ടപ്പോ വെൽഡൻ ഹംസ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ആള് അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട്. അപ്പൊ ചിലർക്ക് പിന്നെ ഇങ്ങനത്തെ രസമുള്ള സ്ട്രൈക്ക് ചെയ്യുന്ന പേരുകൾ ഇടും. അങ്ങനെ എന്തിൻ്റെങ്കിലൊക്കെ കൂടെ എന്തെങ്കിലും ചേർത്ത് കഴിഞ്ഞാല് രസമായിരിക്കും. ഇപ്പോ ഈ സീരീസിൽ തന്നെ ഒരു ധൃതി നിസാർ, അലസൻ രാജേഷ് എന്ന് പറഞ്ഞിട്ട് 2 പേരുണ്ട്. അപ്പൊ ധൃതി നിസാർ, ധൃതിയുള്ള അലസൻ രാജേഷ്. അപ്പൊ ഇവര് ഒരുമിച്ചാണ്. അപ്പൊ ഈ അങ്ങനെ ഒരു 2 ഒരുമിച്ച് ചേർക്കുമ്പോഴാണ് അതിനൊരു വായിക്കുമ്പോ ഒരു ഫണ്ട് കിട്ടുക. വിനീതേട്ടനെ പറ്റി പറയാറുണ്ട്, പുള്ളി സ്ക്രിപ്റ്റ് ഫിക്സ് ചെയ്താ പിന്നെ അതിന്നൊരു മാറ്റം ഉണ്ടാവാറില്ല എന്നുള്ള രീതിയിൽ. ശരിക്കും സ്ക്രിപ്റ്റിനെ അങ്ങനെ എപ്പോ വേണമെങ്കിൽ എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുമ്പോഴേ ഓക്കെ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ഓക്കെ, അതല്ലാത്ത രീതിയിൽ ഇതാണ് അങ്ങനത്തെ അത് നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പ്രോസസ്സിന് എടുക്കുന്ന ഒരു സമയം ഭയങ്കര കൂടുതലാണ്. നമ്മള് ഫസ്റ്റ് ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ ഒരു ഫൈനൽ ഡ്രാഫ്റ്റിലേക്ക് എത്തുമ്പോഴുള്ള ഷൂട്ടിന് പോകുന്ന അപ്പൊ ആ ഒരു പ്രോസസ്സിൽ നമ്മൾ പല കാര്യങ്ങളും ആലോചിച്ചും തിരിച്ചും മറിച്ചും ആലോചിച്ചും ചിന്തിച്ചിട്ട് തന്നെയാണ്. അതിലുള്ള മാറ്റങ്ങൾ നമ്മൾ ഒരിക്കലും മൊമെന്ററി ആയിട്ട് എടുക്കാൻ പാടില്ല. കാരണം ആ സ്ട്രക്ചറിലോ അല്ലെങ്കിൽ അത് ചിലപ്പോ ഇപ്പൊ തോന്നുന്ന കാര്യം നമുക്ക് മാറ്റിയേക്കാന്ന് പറയുമ്പോൾ അത് അബദ്ധമായിരിക്കും. ചിലപ്പോൾ അത്രയും ആലോചിച്ചിട്ടായിരിക്കും, ബാക്ക്ഗ്രൗണ്ട് പ്രോസസ് കഴിഞ്ഞിട്ടാണ് ആ ഒരു കാര്യം വരുന്നത്. ഞാൻ പറയുന്നത് ഇങ്ങനത്തെ കുഞ്ഞു കാര്യങ്ങളാണ്. അതെ അതെ അതെ. അജയന്റെ 2ാം മോഷണം അത് വിചാരിച്ചതിനും മുകളിലേക്ക് ഒരു സ്കെയില് വന്നതാണോ അതോ? അല്ല, അത് ആദ്യം തന്നെ അങ്ങനെ ഒരു വിഷൻ ജിതിന് ഉണ്ടായിരുന്നു. അത് സുഹിത്തേട്ടൻ ആണ് അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ. സുഹിത്തേട്ടനെ ഒരു മനസ്സിൽ കണ്ടിട്ടുള്ള ഒരുപാട് വലിയൊരു സ്കെയില് സിനിമ, ഒരു കഥയുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറയുന്ന ഒരു കഥയാണ്. അപ്പോൾ ജിതിന് ആദ്യമേ അത് അങ്ങനെ വേണം വിഷ്വലൈസ് ചെയ്യാൻ എന്നുള്ള ജിതിൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലേക്കുള്ള കൃത്യമായിട്ടുള്ള ടെക്നീഷ്യന്മാരെയും സ്റ്റാർ കാസ്റ്റ് ഒക്കെ ജിതിൻ കൊണ്ടുവന്നു. അങ്ങനെയാണ് അത് ആ സിനിമ വലുതായിട്ടുള്ളത്. ശരിക്കും അതിന്റെ ഒരു പ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കണല്ലോ, എന്തുകൊണ്ടാണ് അതിന്റെ ഒരു വൈകുന്നത്? അത് അത്രയും പോസ്റ്റ് പ്രൊഡക്ഷൻ ഉണ്ട്. 3D-ലാണ് ആ സിനിമ വരുന്നത്. അപ്പോൾ 3D കൺവേർഷൻ ഉണ്ട്. പിന്നെ CG-യിൽ ഒരുപാട് ജോലികളുണ്ട്. അപ്പോൾ അത്രയും ആ സിനിമയ്ക്ക് ഇതേ പറഞ്ഞ പോലെ ഒരുപാട് പ്രീ വർക്ക്സ് ഉണ്ടായിട്ടുണ്ട്. സ്ക്രിപ്റ്റിംഗ് പ്രോസസ്സ് തന്നെ ഒരുപാട് ടൈം എടുത്തിട്ടുണ്ട്. ഷൂട്ടും നമ്പർ ഓഫ് ഡേയ്സ് ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ പോസ്റ്റ് പ്രൊഡക്ഷനും സമയമെടുക്കുന്നു. റൈറ്റേഴ്സിന്റെ ഒരു ഇൻകം അവർക്ക് കുറച്ചുകൂടെയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല സ്ക്രിപ്റ്റുകൾ വരും എന്നും അല്ലെങ്കിൽ അവരെ സേഫ് ആക്കേണ്ടത് ആവശ്യമെന്നൊക്കെ ഒരുപാട് ചർച്ച ഇപ്പം നടക്കുന്നുണ്ട്. 8 വർഷത്തിലും മേലെയായി ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നു. ഇത് മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരു എഞ്ചിനീയറിംഗ് പ്രൊഫഷൻ വിട്ടിട്ട് നിൽക്കുകയാണ്. എന്താ തോന്നിയിട്ടുള്ളത്? മാത്രമല്ല ഇപ്പൊ ഞാൻ ഈ കഴിഞ്ഞ പോസ്റ്റർ കുഞ്ഞിരാമായണം അടക്കമുള്ള പോസ്റ്ററിൽ ദീപു പ്രദീപ് കാണണമെങ്കിൽ നമ്മൾ ആ പോസ്റ്റർ എടുത്തിട്ട് സൂം ചെയ്യണം. എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറൊക്കെ കഴിഞ്ഞിട്ടാ. പ്രീസ്റ്റ് എടുത്താലും അങ്ങനെയാണ്.
അപ്പോൾ പേരിന്റെ രീതിയിലും ഇൻകം വെച്ചു അത് ഞാൻ ഈ പറയുന്ന ഇപ്പൊ വരുന്ന ടോക്കുകളോട് യോജിക്കുന്നുണ്ട്. സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിന് വേണ്ട ഒരു അർഹിക്കുന്ന പരിഗണന കിട്ടുന്നില്ല എന്നുള്ളത് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഇപ്പൊ നമ്മളൊരു പ്രൊജക്റ്റ് ഒരു സിനിമ എടുത്തിട്ട് അതിന്ന് ഓരോരുത്തരും വർക്ക് ചെയ്ത നമ്പർ ഓഫ് ഡേയ്സ്, ഇപ്പൊ സാലറി ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡേയ്സ് എന്നുള്ളൊരു ബേസിക് ഇക്വേഷൻ വെച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്ടർ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിട്ടുണ്ടാവുക സ്ക്രിപ്റ്റ് റൈറ്റർ ആണ്. അപ്പോൾ അതിന് ആ പ്രോസസ്സ് ആരും കാണുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തെ സത്യാവസ്ഥ. ആ ഒരു റൈറ്റർ അതിന് വേണ്ടിയിട്ട് ഇടുന്ന നടത്തുന്ന യാത്രയോ അല്ലെങ്കിൽ ആ കഥ കണ്ടുപിടിച്ച് അതിനു വേണ്ടി നടത്തുന്ന പണിയോ ഇതൊന്നും അക്കൗണ്ടബിൾ ആവുന്നില്ല. ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞിട്ട് എല്ലാവരും മേ ബി ഈ സ്ക്രിപ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ കഥയായിരിക്കും ആൾക്കാർ കാണുന്നുണ്ട്. ഫൈനൽ ഒരു അല്ലെങ്കിൽ ഒരു 1 ലൈൻ ആയിരിക്കും ഇത് കാണുന്നുണ്ടാവും. പക്ഷെ അതിനു മുമ്പ് ഒരുപാട് പണികൾ അവിടെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനുള്ളൊരു ഇത് മറ്റേ റിട്ടേൺ പലർക്കും കിട്ടുന്നില്ല. ഇതാണ് ഒരു ബേസ്. നമ്മളൊരു ഒരു റൈറ്ററെ ഡിപ്പെൻഡ് ചെയ്തിട്ട് സിനിമകൾ സംഭവിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ അഡീഷണൽ സ്ക്രീൻ പ്ലേ ആയിട്ട് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ കോറായിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഓൺ വർക്ക് ഇപ്പോൾ പത്മിനിയോ അല്ലെങ്കിൽ ഗുരുവായൂരൊക്കെ പോലെ വരുന്നത്, ഇതിൽ പല ആളുകളുടെ കൂടെ വർക്ക് ചെയ്ത് നമ്മൾ വീണ്ടും നമ്മുടെ ഒരു ഓൺ പ്രൊജക്റ്റിലേക്ക് വരുന്നു. ഈ കുറെ കോമ്പിനേഷൻസ് കഴിഞ്ഞ് വരുന്ന ഈ എല്ലാവരുമായിട്ട് ചേരുമ്പോഴേ എന്താ ഒരു റൈറ്റർ എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് മാറ്റങ്ങൾ ഉണ്ടാകുന്നത്? നമ്മളതൊരു ബേസിക്കലി ഒരു ലേണിംഗ് പ്രോസസ്സാണ്. പലരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഓരോരോ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുക. അവരുടെ റൈറ്റിംഗ് സ്റ്റൈലിനെ കുറിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഓരോരോ മേക്കിംഗ് സ്റ്റൈലിനെ കുറിച്ചാണെങ്കിലും നമ്മൾ പഠിക്കാൻ ഒരുപാടുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ റീസെൻ്റ് ആയിട്ട് ചെയ്താണ് സുഹിത്തേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് സുഹിത്തേട്ടൻ്റെ അടുത്ത് നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നുണ്ട്. സുഹിത്തേട്ടൻ എൻ്റെ അടുത്ത് നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ഇന്നിപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദീപിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ എനിക്കൊരു എനർജിയില്ല, എനർജിയിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു പറഞ്ഞു സുഹിത്തേട്ടൻ. അതായത് ഞാൻ പറയുന്നത് എൻ്റെ ഒരു പറ്റി എനിക്ക് തോന്നിയ കാര്യങ്ങൾ സുഹിത്തേട്ടൻ അപ്പൊ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും, കുറെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു ഒരു തമ്മിലൊരു ഒരു ഫ്രണ്ട്ഷിപ്പ് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് കണക്റ്റ് ആവുന്ന ആളുകളുടെ കൂടെ നമുക്കത് എളുപ്പം സംഭവിക്കും. അപ്പൊ നമുക്ക് കുറച്ചു നേരം ഒരു സംസാരിച്ച് കുറച്ചു നേരം ഇരിക്കാൻ പോലും പറ്റാത്ത ഒരാളുടെ കൂടെ നമുക്ക് വർക്ക് ചെയ്യാൻ ചിലപ്പോൾ പറ്റിക്കോളാം. നമ്മുടെ തോട്ട് പ്രോസസ്, നമ്മൾ മനസ്സിൽ കാണുന്ന ഒരു സാധനം അതിന്റെ പുറത്ത് ഉണ്ടാക്കുന്നത്, ഇപ്പൊ ഡയറക്ടർ ആണെങ്കിൽ പോലും അതിന്റെ പുറത്ത് അല്ലെങ്കിൽ ഇത് അതിന്റെ ഇങ്ങോട്ടൊരു മറ്റേ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ആൾക്കാരുടെ കൂടെ നമുക്ക് എളുപ്പത്തിൽ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ രണ്ട് റൈറ്റിംഗ് പ്രോസസ്സ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. മറ്റേത് ഒരു ഭയങ്കര ഡിസ്കഷനിലൂടെ പോവുകയും അങ്ങനെ മറ്റേ മാറ്റങ്ങൾ വന്നു പോകുന്നതുമാണ്. പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ നമ്മളെ തലയിൽ തന്നെ വന്നിട്ടുള്ള ഒരു ആശയം, സ്വന്തമായിട്ട് എഴുതുമ്പോൾ നമ്മുടെ തലയിൽ തന്നെ വന്നിട്ടുള്ള ഒരു ആശയം നമ്മൾ എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ പ്രോസസ്സ് സെയിം ആണ്, പക്ഷെ രണ്ടാമത്തേൽ ഡിസ്കഷൻ എന്നുള്ളൊരു പാർട്ടും സംസാരങ്ങൾ, കോൺവെർസേഷൻസ്, ഐഡിയ എക്സ്ചേഞ്ച് എന്നുള്ളൊരു കാര്യം ഉണ്ടാവും. അപ്പൊ നമ്മൾ ഒറ്റയ്ക്ക് എഴുതുകയാണെങ്കിൽ അത് നമ്മൾ ഒരു ഡയറക്ടറെ അടുത്ത് ഈ പറഞ്ഞ പ്രോസസ്സ് നടക്കുന്നുണ്ട്. കാരണം ആളുടെ ഇൻപുട്ട് എന്തായാലും വിഷ്വലൈസ് ചെയ്യേണ്ട ആളാണ്. അപ്പോൾ നമ്മൾ എഴുതുന്ന സാധനം അത് കൃത്യമായിട്ട് അതിൻ്റെ പുറത്തുള്ള ഇൻപുട്സ് നമ്മൾ എന്തായാലും എടുക്കേണ്ടി വരും. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ ആ ഒരു പ്രോസസ്സ് അവിടെ സംഭവിക്കുന്നുണ്ട്. പേരില്ലൂർ പ്രീമിയർ ലീഗിന് എല്ലാവിധ ആശംസകളും. 2ാം ഭാഗം ഒക്കെ ആയിട്ട് സീരീസ് വരട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.